നമ്മൾ ഡേ 2. ഇന്നെന്താന്ന്? ഇന്ന് കാനത്ത് അല്ല, ഇന്ന് ശരിക്കും ഇന്ന് അല്ലേ? കാനത്ത് കഴിഞ്ഞാൽ ചന്ദ് തന്നെ. അപ്പൊ കാനത്തല്ലേ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാനത്ത് ആൻഡ് നിക്കാഹ്? അതായത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. അല്ലല്ലോ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് അറിയെങ്കിൽ കമന്റ് ചെയ്യും. പാർക്കിംഗ് ഫുൾ ആയത് കൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ പോകുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കണം അവിടത്തെ അവസ്ഥ. അല്ല ഗൈസ്, ഇത് ഉറൂസല്ല, ഇതൊരു കല്യാണ വീടാണ്. എന്റെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാനാ, പോലീസിനൊക്കെ വന്നിട്ടുള്ള കല്യാണം ഞാൻ ആദ്യമായിട്ട് കാണും. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇതേ വീട്ടിലാണ്, അതായത് നമ്മുടെ ചെക്കൻ്റെ വീട്ടിലാണ്. സോ ഇതാണ് വീട്. അപ്പം നമ്മൾ ആദ്യം ഒന്ന് അന്താളിച്ച് നിന്നു വീട് കണ്ടിട്ട്, വീട്ടിലെ ആൾക്കാരെ കണ്ടിട്ടും. ഒരു ഉത്സവ പറമ്പ് പോലെ ഉണ്ട്, അത്ര ആൾക്കാരായിരുന്നു. അപ്പം ഇതാണ് നമ്മളെ ബ്രൈഡ്, അവിടെ ഫോട്ടോ എടുത്ത് കളിക്കുകയായിരുന്നു. അപ്പം എന്താണ് അടുത്ത പരിപാടി, എന്തൊക്കെയാണ്, എവിടെയാണ് നിൽക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ നമുക്ക് ആർക്കും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നു. അപ്പോൾ ഒരു ഭാഗത്ത് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞതും കുറേ ചേട്ടന്മാർ വാളും പരിചയൊക്കെ എടുത്ത് തുടങ്ങി. അപ്പം അങ്ങനെ എൻട്രി, അവരെ കൊണ്ടുപോവാണ്. കൊണ്ടുപോയിക്കോട്ടെ. അങ്ങനെ ആഫ്റ്റർ 3 സക്സസ്ഫുൾ ബിസിനസ് ഡേയ്സ് കുറച്ചധികം സമയം എടുത്തു അവരവിടെ നനങ്ങാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് എന്താണെന്ന് നോക്കിയാൽ നമ്മൾ നിന്നടുത്തായിപ്പോയി. അങ്ങനെ ഇവർ പോയി ആ സ്റ്റേജിലേക്ക് എത്തുക എന്നതാണ് ഇവരുടെ ടാസ്ക്. അങ്ങനെ എത്തിയിട്ടുണ്ട്. പക്ഷേ സ്റ്റേജൊന്നും പറയാനില്ല ഗൈസ്, അടിപൊളിയായിരുന്നു. ആൻഡ് ആ ഒരു എന്താ പറയുക, എന്താ ഇപ്പോൾ ഈ സെറ്റപ്പിന് പറയുക, അത് തന്നെ. അവിടെ ഇരുന്നാൽ ഫുഡ് കിട്ടില്ല, അതുകൊണ്ട് ഫുഡിൻ്റെ സെക്ഷൻ നോക്കിപ്പോയി. ഫുഡിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ഇടുന്നുണ്ട്. അടിപൊളി സാധനങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ചേട്ടൻ ഡാൻസ് കളിക്കുന്നുണ്ടായത്. എന്നാൽ പിന്നെ കുറച്ച് സമയം ഡാൻസ് നോക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ വാളെടുത്ത അതേ ചേട്ടനായിരുന്നു, പക്ഷേ ഗെറ്റപ്പ് മാറ്റി വന്നാൽ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്ക് ഓരോ ആൾക്കാർ ഓരോ വഴിക്കെത്തി. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചു കൂട്ടി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. വന്നപ്പോൾ മിസ്സായതായിരുന്നു ഈ ജ്യൂസ്. ഞാൻ അടുത്ത ഒരു പാട്ട് പാടി തൽക്കാലം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ.